വേഗം വാ അമ്മേ. ചെറിയൊരു വേദന വന്ന കിടന്നങ്ങ് നിലവിളിച്ചോളൂ, മനുഷ്യന്റെ സ്വൈര്യം കിടത്ത്. കാര്യമായിട്ടൊന്നുമില്ല, ഗ്യാസിന്റെ വല്ലതും ആയിരിക്കുന്നേ. കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറിക്കോളൂ. നീ ആ ഫാനും ഓൺ ചെയ്ത് കൊടുക്ക്. അമ്മേ ഇങ്ങനെ മനുഷ്യത്തില്ലാത്ത പെരുമാറില്ലേ അമ്മേ. മഹിമേച്ചി ഉണ്ടായിരിക്കടി, നീ അവളുടെ കൂടെ ഉപദേശത്തിന്റെ കുറവേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന എല്ലാവർക്കും അങ്ങ് പറഞ്ഞാ മതി. കാശുണ്ടാക്കേണ്ടത് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കേണ്ടതേ ഞാനാ. മഹിമേച്ചി 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 മഹിമേച്ചി, ഇത് കണ്ടില്ലേ, മുത്തശ്ശിക്ക് തീരെ വയ്യ. മഹിമേച്ചി ജെയിംസ് ചേട്ടനോട് വണ്ടിയും കൊണ്ട് ഒന്ന് വരാൻ പറയൂ. ജെയിംസ് കുട്ടി മുണ്ടക്കയത്തിനോ മറ്റോ ഓട്ടം പോയിരിക്കാം, വരാൻ ഒരുപാട് താമസിക്കും. ഇവിടെ വണ്ടിയില്ലെങ്കിൽ ഒരു ടാക്സി വിളിച്ചാൽ മതിയല്ലോ. ടാക്സി ഡ്രൈവർമാർ എന്റെ വീട്ടിൽ കിട്ടുന്ന പരിപാടി ഞാനങ്ങ് നിർത്തി. എന്തായാലും കൊട്ടേഷൻ ടീമുകളെക്കാൾ ഭേദമാ ടാക്സി ഡ്രൈവർമാര്. ചേച്ചി ഫോണിങ് എന്ന് ആരെ വിളിക്കാനടി? ഹലോ ഹലോ ആന്റി. എന്താ ദീപമോളെ? ആന്റി, മുത്തശ്ശിക്ക് തീരെ സുഖമില്ല, ഭയങ്കര നെഞ്ചുവേദന. ആന്റി ഇവിടം വരെ ഒന്ന് വരൂ. സുധീച്ചില്ലേ മോളെ അവിടെ? അമ്മ ഇവിടെ ഉണ്ട്, സാരമില്ലെന്ന് അമ്മ പറയുന്നത്. കണ്ടിട്ട് എനിക്ക് തോന്നുന്നു സീരിയസ് ആണെന്നാ. ആന്റി ഒന്ന് വരൂ, മുത്തശ്ശിക്ക് തീരെ വയ്യ. കണ്ടിട്ട് എനിക്ക് പേടിയാവുന്ന ആന്റി. ഞാൻ വരാം മോളെ. ആ ശരി ആന്റി. ഓ, എന്റെ തലയ്ക്ക് മുകളിൽ കൂടി എന്റെ മക്കൾ ഓരോന്ന് നടത്തി തുടങ്ങിയോ? എങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ അയക്കോ, എന്നെ ഒന്നിനും വിളിച്ചേക്കരുത്. അങ്കിളെ ഞാൻ അന്വേഷിച്ചു. ജെയിംസ് കുട്ടിയുടെ വേറെ ബോർഡ്സ് അറിയാവുന്ന ഒരുത്തനും ആ ചെങ്ങന്നൂർ സ്റ്റാൻഡിലില്ല. അവിടുള്ള ടാക്സിക്കാരോട് അവൻ പറഞ്ഞിരിക്കുന്ന അവൻ തിരുവല്ലക്കാരനാണെന്നാ. തിരുവല്ലയിൽ അന്വേഷിച്ചായിരുന്നു നീ? അങ്കിൾ എന്തായി പറയുന്നത്? അന്വേഷിക്കാൻ അവന്റെ അഡ്രസ് വേണ്ടേ? എടാ, അഡ്രസ് ഇല്ലാതെ അവനെങ്ങനെ ഒരു ടാക്സി ഓടിച്ച് നടക്കും? ലൈസൻസും ID കാർഡും ഇല്ലാതെ ടാക്സി ഓടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവന്റെ ടാക്സി പെർമിറ്റ് ഏത് അഡ്രസ്സിലാണെന്ന് നോക്കിയാ പോരെ? എന്റെ അങ്കിളെ, അവന്റെ വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ ഞാൻ ചെക്ക് ചെയ്തു. അവന്റെ കാറ് മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി നോക്കി, ഒരു കുന്തമില്ല അവന്റെ കയ്യില്. പിന്നെ അവൻ എങ്ങനെ ഈ ടാക്സി കൊണ്ട് നടക്കുന്നു? ഇവനെ ഒന്നും മൊബൈൽ കോർട്ടും ഹൈവേ പെട്രോളും വെഹിക്കിളും ഒന്നും പിടിക്കത്തില്ലേ? അതാ അങ്കിളെ എനിക്കും അതിശയം. നാടും വീടും കൂടും അഡ്രസ്സും ആൾക്കാരും ഒന്നും ഇല്ലാത്ത ഇവൻ എങ്ങനെ മഹിമയുടെ തലേ വന്ന് കയറി? അതൊക്കെ പോട്ടെ അങ്കിളെ, അവൻ എങ്ങനെ നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്നു? വെറുതെ ഒരു ഊഹത്തിന് വെച്ച് കാച്ചുന്നതാണോ? ഇല്ല അങ്കിളെ, കൃത്യമായിട്ട് അവൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇനിയൊരു പക്ഷേ തമ്പിയുടെ ആളോ മറ്റോ ആണോ അവൻ? എടാ, നീ എന്താ ആലോചിക്കുന്നത്? ഏയ്, അങ്ങനെ വരാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. എടാ, നീ ആ മഹിമയെ വിളിച്ച് സൂത്രത്തിൽ അവന്റെ അഡ്രസ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അവൾ ആരാ സാധനം? എനിക്കിട്ട് പാര വെക്കാൻ തക്കം നോക്കി നടക്കുക. എടാ, മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണെന്ന് പറ. ചില കാര്യങ്ങൾക്കൊക്കെ ഒരു മയോ നയോ ഒക്കെ വേണം. എനിക്കാണെങ്കിൽ ആ ജെയിംസ് കുട്ടിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഒരു മനസ്സമാധാനം ഇല്ലെങ്കിലേ. എന്റെ മനസ്സിലിരിക്കുന്നതെല്ലാം അവൻ അറിയാമെന്ന് തോന്നുക. എടാ, നീ ഇപ്പൊ എന്നെ കൂടെ പറഞ്ഞ് പേടിപ്പിക്കുമല്ലോ. യതിയെ കാണാതായ വിവരം പോലും അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അവൻ ചില്ലറ പാർട്ടിയൊന്നും അല്ല.
അവനിട്ടൊരു പണി കൊടുത്താലോ അങ്കിളെ? പക്ഷേ നീ പണി കൊടുക്കാൻ ആലോചിക്കുമ്പോഴേക്കും അവൻ വിവരം അറിയുമല്ലോടാ. എടാ, അവൻ വല്ല രഹസ്യ പോലീസോ മറ്റോ ആണോ? ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ വേഷം മാറി. അങ്കിളെ, എന്റെ ഉള്ള സമാധാനം കൂടി കളയല്ലേ? അല്ലാതെ പിന്നെ ഇല്ലങ്കിളെ, അവനെ ഇനി ജീവനോടെ വെച്ചോണ്ടിരുന്ന പറ്റില്ല. അങ്കിളിനും കുഴപ്പാ. സാരമില്ല, ഞാൻ കൈകാര്യം ചെയ്തോളാം. 50,000 ടിപ്പർ ലോറിയാ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടുന്നത്. അതിലൊരു ടിപ്പർ ലോറിയുടെ പണി മതി അവൻ്റെ കാറിന്. പിന്നെ അവനുമില്ല, അവൻ്റെ കാറുമില്ല. വാ മോളെ. ഇപ്പോഴാ നല്ല ചേർച്ചയായത്. ഒരു ചട്ടുകലി, ഒരു കുട്ടി. അതെ അതെ, വികലാംഗ പെൻഷൻ അപേക്ഷിക്കാൻ പറഞ്ഞാലോ അമ്മേ? രണ്ടുപേർക്കും ഉറപ്പായിട്ടും കിട്ടും. ചക്കിക്കൊത്ത ചങ്കരനെന്ന് പറഞ്ഞ പോലെ പറ്റിയ കൂട്ട് തന്നെയാ രണ്ടുപേരും. പേടിക്കണ്ട മുത്തശ്ശി, ആന്റി ഇപ്പൊ വരും. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ശരി. അമ്മേ, അമ്മേ, മുത്തശ്ശി നോക്ക്, വിനീത ആന്റിയാ വന്നിരിക്കുന്നേ. അമ്മേ. സാരമില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, ഇനി എവിടേക്കും പോകണ്ട. പോകാതിരുന്ന അസുഖം മാറും മുത്തശ്ശി. അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. വേണ്ട വിനീതേ, എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ നിന്റെ അച്ഛനും എന്റെ മോനും വരും. ഇനി ഞാൻ അവരുടെ കൂടെ പൊക്കോളാം. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അത്രയ്ക്ക് അസുഖമൊന്നും ഇല്ല അമ്മയ്ക്ക്. ചികിത്സിച്ച ഭേദമാകുന്ന അസുഖമേ ഉള്ളൂ. ഭേദമാകണമെന്ന് ആർക്കാ ആഗ്രഹം? ജീവിക്കാനുള്ള ആശ തീർന്നു. ആർക്കും വേണ്ടാതെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതിലും ഭേദം എത്രയും പെട്ടെന്ന് ഇതൊന്ന് അവസാനിപ്പിച്ച് കിട്ടിയാ മതി.
രക്ഷകരൊക്കെ വന്ന് എത്തിയോ? ഞാൻ വിചാരിച്ചു പശുവും ചത്തും മോരിലെ പുളിയും പോയി, ഇനി ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കില്ലാന്ന്. വിജയേട്ടനുണ്ടായിരുന്ന കാലത്ത് ഓരോ വരവും ലാഭമായിരുന്നു. എണീക്കാൻ വയ്യാത്ത തള്ളെ കാണാൻ വന്നിട്ട് എന്ത് നേട്ടം ഉണ്ടാക്കാനല്ലേ? ഒരു കുഴപ്പമില്ലായിരുന്നു അമ്മയെ. ഇത്രയും പെട്ടെന്ന് എണീക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ആക്കിയില്ലേ? അമ്മ ഇത്രയും ആവശ്യമായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള മര്യാദയെങ്കിലും സുതേച്ചി കാണിച്ചോ? എനിക്ക് മര്യാദ മനുഷ്യത്വമൊക്കെ ഇത്തിരി കുറവാടി. അത് പണ്ട് തൊട്ട് നീയും നിന്റെ അമ്മയൊക്കെ പറയുന്നതല്ലേ. മനുഷ്യത്തെ ഇല്ലാതിരുന്നാ മാത്രം പോരാ, ചെകുത്താന്റെ മനസ്സും കൂടി വേണം ഇതുപോലെ ദുഷ്ടത്തരങ്ങൾ കാണിക്കാൻ. സുതേച്ചിയുടെ സ്വന്തം അമ്മയാണെങ്കിൽ ഇതുപോലെ ഇട്ടേക്കോ? സ്വന്തം അമ്മയല്ലല്ലോ, പോരാത്തതിനെ രക്ഷിക്കാൻ സ്വന്തം മകൾ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാനെന്തിനാ കഷ്ടപ്പെടുന്നേ? എഴുന്നേപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മയ്ക്ക് എഴുന്നേക്കാൻ പറ്റുമോ? മോളെ, നീ ചെന്നാ ഓട്ടോ ഡ്രൈവറോട് ഇങ്ങോട്ട് വരാൻ പറ. അന്യനാണെങ്കിലും അയാളൊരു മനുഷ്യനാണല്ലോ, മരിക്കാൻ പോകുന്നവരെ സഹായിക്കാതിരിക്കില്ല. നീ അന്യരെ തന്നെ സഹായത്തിന് വിളിച്ചോടി. ആര് പറഞ്ഞു വേണ്ടെന്ന്? അറിഞ്ഞുകൊണ്ട് സ്വന്തം ഭർത്താവിനെ മരണത്തിലേക്ക് വിട്ടുകൊടുത്തവർ അമ്മായിയമ്മയെ ശുശ്രൂഷിക്കുമെന്ന് കരുതിയ ഞാനാ വെട്ടി. എന്റെ ഭർത്താവല്ലേ, അതിന്റെ നഷ്ടം ഞാൻ തന്നെ സഹിച്ചോളാം. ഓ, നഷ്ടം നിനക്കും കൂടിയാണല്ലോ അല്ലേ? നീ വന്ന് കുലിക്കാൻ ഉടനെ സ്വർണ്ണമഴ പൊഴിക്കുന്ന മരമായിരുന്നല്ലോ വിജയേട്ടൻ. അതില്ലാത്തതിന്റെ സങ്കടം നിനക്ക് കാണും. ലാഭനഷ്ടങ്ങളുടെ കണക്ക് മാത്രം നോക്കി ബന്ധം അളക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ തോന്നും. കുടുംബ ബന്ധങ്ങളുടെ വിലയറിയണമെങ്കിലേ കുടുംബത്തിൽ പിറക്കണം. ദേ, നീ എന്റെ കുടുംബത്തിൽ തൊട്ട് കളിക്കല്ലേ വിനീതേ. പാലപ്പടിക്കക്കാരുടെ മഹത്വം വിളമ്പരുത്. ഭർത്താവിനെ കൊല്ലാൻ കൂട്ടുനിന്ന ഭാര്യമാരുടെ ചരിത്രവും പാരമ്പര്യവും ഒന്നും പാലപ്പടിക്കൽക്കാർക്ക് പറയാനില്ല. അമ്മയോട് ചെയ്തത് കൊല്ലാക്കൊല തന്നെയല്ലേ? എങ്ങനെ നടന്ന അമ്മയാ ഇപ്പൊ കിടത്തിയല്ലോ. നീ കൊണ്ടുപോയി നോക്കടി, നിന്റെ അമ്മയല്ലേ. ഞാൻ എത്ര നാളായിട്ട് നിന്നോട് പറയുന്നു ഇതിനിവിടെ നിന്ന് മാറ്റിത്തരാൻ. നന്ദിയും കൂറുമില്ലാത്ത ഈ തള്ളയെ നോക്കാനും ശുശ്രൂഷിക്കാനേ എനിക്ക് അത്ര വലിയ സൂക്കേടൊന്നുമില്ല. ചേച്ചി, ഞാൻ സഹായിക്കണോ? ആ, ഒന്ന് വരുമോ? മാറിക്ക, ഞാൻ പിടിച്ചോളാം. പതുക്കെ അമ്മേ. മോളെ പേഴ്സെടുത്തോ. പതുക്കെ. ആന്റി, പേഴ്സ്. മുത്തശ്ശി, ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഞങ്ങൾ പോയിട്ട് വരാം മോളെ. അമ്മേ. എത്രയായി? 120. ദാ. ആ, നീ എത്ര പെട്ടെന്ന് വന്നോ? ഏട്ടനെവിടെ? അവൻ റൂമിലുണ്ടാവും. നീ പോയ കാര്യം എന്തായി? ആ, അതൊക്കെ പറയാം. ആദ്യം എനിക്ക് ഇത്തിരി കുടിക്കാൻ എടുക്ക. വാ. നിനക്ക് കുടിക്കാൻ എന്താ ദേവ വേണ്ടത്? ലെമൺ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് മതി. ആ, വിജയേട്ടത്തി അന്ന് ചേട്ടനെ വിളിച്ചോണ്ട് വാ. അമ്മ കുടിക്കാൻ എടുത്തോളൂ.
എങ്ങനെ ഇത്ര പെട്ടെന്ന് വന്നു ദേവ? അങ്ങോട്ട് പോയത് ട്രെയിനിലല്ലായിരുന്നോ? ഇങ്ങോട്ട് ഫ്ലൈറ്റിന് പോന്നു. ചേട്ടാ, സംഗതി സക്സസ്. എന്താടാ കാര്യങ്ങള്? നീ വിശദമായിട്ട് പറ. നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്കിളിന്റെ മകളൊന്നുമല്ല ആ പൊട്ടിപ്പെണ്ണ്. കൽപ്പനയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ മകളാ ശീതൾ. എന്ന് വെച്ചാ അവളുടെ മേലുള്ള അവകാശവും ഉത്തരവാദിത്വവും ഒക്കെ കൽപ്പനയ്ക്കാ, അങ്കിളിന്റെ അല്ല. പിന്നെന്തിനാ അങ്കിൾ അവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്? കൽപ്പന അന്വേഷിച്ച് വന്നപ്പോഴെങ്കിലും അവളെ വിട്ടുകൊടുക്കേണ്ടതല്ലായിരുന്നോ? ആ പൊട്ടി പെണ്ണ് കൽപ്പനയോടുള്ളതിനേക്കാൾ സ്നേഹവും ഗുരുവൊക്കെ അങ്കിളിനോടായിരുന്നല്ലോ. അങ്കിൾ അവളെ എടുത്തു വളർത്തിയത്, അതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. ചേട്ടനെയും ചേട്ടന്റെ ഭാര്യയും വെടിവെച്ച് കൊന്നിട്ട് ജയിലിൽ പോയവരാ കൽപ്പനയും അവളുടെ കെട്ടിയോനും. അയാൾ ഇതുവരെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. നേരാണോ ദേവ ഇതൊക്കെ? വെറുതെ അല്ല കൽപ്പന പറഞ്ഞത് അവൾ 14 കൊല്ലം ജയിലിലായിരുന്നു എന്നൊക്കെ. എല്ലാം സത്യമാമേ. കൽപ്പനയ്ക്ക് 1-2 വർഷത്തെ ശിക്ഷ ഇളവ് കിട്ടി. അങ്ങനെ അവൾ നേരത്തെ പുറത്തിറങ്ങിയത്. അവര് ചേട്ടനെയും ഭാര്യയും വെടിവെച്ച് കൊല്ലണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം വേണ്ട ദേവ. എല്ലാം പണത്തിന് വേണ്ടിയാ ചേട്ടാ. കൽപ്പനയും കെട്ടിയവനും ചേർന്ന് സഹോദരനെയും ഭാര്യയും വെടിവെച്ച് കൊന്നതും അങ്കിൾ ഈ പൊട്ടിപ്പെണ്ണിനെ എടുത്തു വളർത്തുന്നതും ഒക്കെ കാശിന് വേണ്ടി തന്നെയാ. എല്ലാം ഒന്ന് വിശദമായിട്ട് പറ ദേവാ. ആദ്യം ഞാനൊന്ന് കുളിച്ച് ഡ്രസ്സ് മാറട്ടെ. കഥ ഒരുപാട് പറയാനുണ്ട്. കണ്ണടച്ചു കിടന്നു, കണ്ണു നീറണ്ട. തലവേദന കുറവുണ്ടോ? അകത്തോട്ട് കയറി വരാല്ലോ അല്ലേ? അകത്തേക്ക് കയറുന്നതിന് മുമ്പ് വാതിൽക്കൽ പക്കമേളം നടത്തണമെന്ന് മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ട്? അയ്യോടി, രാജകുമാരി ചപ്രമഞ്ചത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയോ? അവൾക്ക് തലവേദന, ശല്യപ്പെടുത്തരുത്. രാജകുമാരിയെ ഞങ്ങൾ ശല്യപ്പെടുത്തു? ഉറങ്ങുമായിരുന്നോ അതോ ചുമ്മാ കിടക്കുവാണോ? എണീക്കടി എരപ്പാളിച്ച്. നരേന്ദ്രൻ തമ്പിയുടെ മകളും. അവളുടെ മുഖത്തുനിന്ന് കൈയെടുക്ക. എന്നാ നിന്റെ മുഖത്ത് പിടിക്കടി. ആറ് ദിവസം മുമ്പ് നിന്നോട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നിൽക്കുന്ന അലവലാതി പെണ്ണ് നരേന്ദ്രൻ തമ്പിയുടെ മകളല്ല എന്നുള്ളത് ഞാൻ തെളിയിക്കുന്നു. തെളിയിക്കാമെങ്കിൽ തെളിയിച്ചോളാൻ നീ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. മറന്നോടി. ഏഴ് ദിവസമാണ് ഞാൻ പറഞ്ഞത്. 7 തികയാൻ ഇനി 1 ദിവസം കൂടി ബാക്കിയുണ്ട്.
നീ ഞങ്ങളോട് എന്താ പറഞ്ഞത്? ശീതളിന്റെ അച്ഛൻ തമ്പിയങ്ങളാണെന്നല്ലേ? ഞാൻ മുംബൈയിൽ പോയി അന്വേഷിച്ചിട്ട് വന്നതാടി. ഇവളുണ്ടല്ലോ, ഈ പൊട്ടിപ്പെണ്ണ്, ഇവൾ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇവൾ നല്ല ഒന്നാം തരം അധോലോക ഗുണ്ടയുടെ മകളാണ്. ഇവളുടെ അച്ഛന്റെ പേര് വിജയ് തിവാരി, അമ്മയുടെ പേര് അഞ്ജന.